Hi, my dear students. Today we are going to discuss our new topic from stereochemistry, that is optical activity in cis-trans conformational isomers of disubstituted cyclohexanes. You all are familiar with cyclohexanes, right? And there can be substitution on cyclohexane, and there are cis and trans. We also know there can be cis and trans conformational isomers. So today we are going to discuss the optical activity in the cis and trans structures of disubstituted cyclohexane, right? So first we will discuss about monosubstituted cyclohexane. The axial and equatorial positions have different spatial orientations. In chair-chair interconversion, substituents move from equatorial to axial and vice versa. Bigger substituents has more steric interaction in an axial position than in equatorial. Hence, the chair conformation, which has a larger group on equatorial, is more stable. And then when large group occupies the axial position, there is a steric repulsion between the substituent and the axial hydrogens, which are 3 carbons away. These repulsive effects are called 1,3 diaxial interactions. It destabilizes the axial conformer about 1.8 kilocalorie per mole compared to equatorial conformer. അതായത് നമ്മൾ നേരത്തെ സൈക്ലോഹെക്സീനൊക്കെ പഠിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ചെയർ ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ദെൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ ഇൻട്രോ പോർഷനായിട്ട് പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് എന്താണ് ഈ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത്. സോ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുള്ളൂ. ദെൻ യു മേ ഓൾ ഫെമിലിയർ വിത്ത് ദി ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ പൊസിഷൻസ്, റൈറ്റ്? ആൻഡ് ബോത്ത് ദ പൊസിഷൻസ് ഹാവ് ഡിഫറെൻറ്റ് സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ. ഇൻ ദ ഫിഗർ ഒരു ചെയർ ടു ചെയർ ഇൻ്റർകൺവേർഷനാണ് കാണുന്നത്. ഇവിടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻ്റ് എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചറിൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഇക്വറ്റോറിയലിലാണ്, അത് പിന്നീട് ആക്സിയലിലോട്ട് പോവുകയാണ്. ഈ ഇക്വിലിബ്രിയം റിയാക്ഷൻ നമുക്ക് മനസ്സിലാവുക. സോ ഫസ്റ്റ് ഫിഗറിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്ലോഹെക്സൈൻ ഉണ്ട്, അതിന് ആക്സിയൽ പൊസിഷനിലുള്ള ഹൈഡ്രജൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് വന്ന് നിൽക്കുന്നത് ഇക്വറ്റോറിയൽ പൊസിഷനാണ്. ഇക്വിലിബ്രിയം റിയാക്ഷന് ശേഷം നമ്മുടെ ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വൈ എന്ന് പറയുന്നത് ആക്സിയൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ബിഗ്ഗർ സബ്സ്റ്റിറ്റ്യൂവൻസ് ഹാസ് മോർ സ്റ്റെറിക് ഇൻട്രാക്ഷൻ ആൻഡ് ആക്സിയൽ പൊസിഷൻ ദാൻ ഇൻ ഇക്വറ്റോറിയൽ. അതായത് ബിഗ്ഗർ സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ആക്സിയൽ പൊസിഷനിലാണ് കൂടുതൽ സ്റ്റെറിക് ഇൻട്രാക്ഷൻ ദാൻ ഇൻ ഇക്വറ്റോറിയൽ. സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ആക്സിയൽ പൊസിഷനിലാണെങ്കിൽ കൂടുതൽ steric interaction ഉണ്ടാവും when compared to equatorial. So larger group equatorial പൊസിഷനിൽ വന്നാൽ ആ സ്ട്രക്ചർ ആയിരിക്കും മോർ സ്റ്റേബിൾ. അതെന്തുകൊണ്ടാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്വറ്റോറിയലിൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വന്നാൽ വലിയ സ്റ്റെറിക് ഇൻട്രാക്ഷൻ നമുക്ക് കാണുന്നില്ല. പക്ഷേ ആക്സിയലിനാണെങ്കിലോ ഈ ആക്സിയൽ ഹൈഡ്രജൻ്റെ സ്റ്റെറിക് ഇൻട്രാക്ഷൻ വരും. സോ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ലാർജർ ഗ്രൂപ്പ് വന്ന് നിൽക്കുന്നതാണ് കൂടുതൽ സ്റ്റേബിളായ സ്ട്രക്ചർ. സോ ഫസ്റ്റ് സ്ട്രക്ചറാണ് കൂടുതൽ സ്റ്റേബിൾ. ദെൻ ഇങ്ങനെ ലാർജർ ഗ്രൂപ്പ് വന്ന സ്റ്റെറിക് ഇൻട്രാക്ഷൻ നടക്കുന്നതിന് ഈ പേരാണ്, അതിനെ പറയുന്ന ആ റിപ്പൾസീവ് ഇൻട്രാക്ഷന് പറയുന്ന പേരാണ് 1,3 ഡയാക്സിയൽ ഇൻറ്ററാക്ഷൻ. ഈ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ നടന്നാൽ ഈ ആക്സിയൽ കൺഫോമിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും ആൻഡ് കമ്പയർ ടു ഇക്വറ്റോറിയൽ കൺഫോമർ. സോ ഇതൊന്ന് മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ബിഗ്ഗർ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഹാസ് മോർ സ്റ്റെറിക് ഇൻറ്ററാക്ഷൻ ഇൻ ആക്സിയൽ പൊസിഷൻ. സോ ലാർജർ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ വരുന്നതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ, വിച്ച് ഈസ് ഡ്യൂ ടു 1,3 ഡയാക്സിയൽ ഇൻറ്ററാക്ഷൻ. Then we are going into our topic disubstituted cyclohexanes and diastereoisomerism. In a disubstituted cyclohexane, the most stable conformer is the one in which the largest number of substituents are in equatorial position. If the number of equatorial and axial substituents of the same size in two conformations is the same, then the two conformations are equally stable. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു ലാർജർ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒക്കെ ആണെങ്കിൽ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരുന്നതാണ് സ്റ്റേബിൾ എന്ന്. ഇഫ് ഇക്വറ്റോറിയലിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെയും ആക്സിയലുള്ള സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെയും നമ്പർ ഓഫ് ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്സ് സെയിം ആണ്, ദെൻ അവർ സെയിം സൈസും ആണെങ്കിൽ രണ്ട് കൺഫർമേഷൻസും ഈക്വലി സ്റ്റേബിളാണ്. അതായത് വരുന്ന രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെന്ന് കരുതുക. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻറ്റും സെയിം നമ്പറിലും ആണ്, സെയിം സൈസും ആണെങ്കിൽ
ബോത്ത് ഓഫ് ദം. അതായത് ആ രണ്ട് സ്ട്രക്ചറും ഈക്വലി സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1,1 disubstituted cyclohexane. The two identical groups like 1,1 dimethyl cyclohexane occupy an equatorial and an axial position in both conformations. Both are equally stable and identical. അതായത് ഈ കൊടുത്ത സ്ട്രക്ചറിൽ നമുക്ക് എന്താ കാണുന്നത്? രണ്ട് സബ്സ്റ്റിറ്റ്യൂൻറ്റും മീഥൈൽ ഗ്രൂപ്പാണ്, സെയിം സൈസും ആണ്. സോ നമുക്ക് രണ്ടും ഈക്വലി സ്റ്റേബിൾ എന്നാണ് പറയാൻ പറ്റുക. ദെൻ when the two substituents are present, two different substituents are present, bulkier one occupies the equatorial position. Example 1 methane 1 cyclohexanol. The conformer with the larger methyl group in the equatorial position is more stable. So the two conformers are present in unequal amounts because the substituents are present in different positions. The two conformations are diastereomers. However, since they interconvert very fast, they cannot be separated. നമ്മൾ ഫസ്റ്റ് കേസ് നോക്കിയത് രണ്ട് സബ്സ്റ്റിറ്റ്യൂൻറ്റും സെയിം ആണ്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂൻറ്റും ഡിഫറെൻ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബൾക്കിയർ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്യുന്നതാണ് കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ ഇതിൽ ബൾക്കിയർ ഗ്രൂപ്പ് ചെയ്ത OHും CH3 കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ പൊസിഷനിൽ എവിടെയാണോ കാണുന്നത് അതാണ് സ്റ്റേബിൾ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫോം. ദെൻ ദിസ് ടു കൺഫർമേഷൻസ് ആർ ഡയസ്റ്റീരിയോമേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു സ്പീഡിൽ ഇൻ്റർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ സെപ്പറേറ്റിംഗ്. അവിടെ രണ്ട് പോയിൻ്റാണ് പഠിക്കാനുള്ളത്. സെയിം സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ പറയുന്ന പോലെ രണ്ട് സ്ട്രക്ചറും ഈക്വലി സ്റ്റേബിൾ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂൻ്റ് ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. സോ 1,3, 1,4, 1,2, 1,3 and 1,4 disubstituted cyclohexanes exhibit cis-trans isomerism. In a cis isomer, both substituents are on the same side of the ring, while in a trans isomer, the two substituents are on opposite side. Cis-trans isomerism is a consequence of restricted rotation about carbon-carbon bonds in cyclic compounds. Note that in a cis isomer, both substituents point up or down, and that in a trans isomer, one substituent points up and the other one down. The chair flip does not change the orientation of the substituent. One that was pointing up still points up, and the one that was pointing down still points down. അതായത് ഇനിയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന പോർഷൻസ് വരുന്നത്. ദാറ്റ് ഈസ് 1,2, 1,3, 1,4 disubstituted cyclohexane കുറിച്ചാണ് പറയപ്പെടുന്നത്. ഈ മൂന്ന് കോമ്പൗണ്ടും സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കും. Then you all know what is cis isomer and a trans isomer, right? In a cis isomer, we know the substituents are on the same side. In trans isomer, the two substituents are on opposite side. Then cis trans isomerism arise ചെയ്യാനുള്ള കാരണം എന്താണ്? കാർബൺ ബോണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു റിസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴാണ് ഈ സിസ് ട്രാൻസ് ഐസോമറിസം വരുന്നത്. സോ ഒരു സിസ് ഐസോമറിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂൻസും ഒന്നില്ലെങ്കിൽ എന്താ പറയുക പോയിൻറ്റ്സ് ഇറ്റ് വിൽ പോയിൻ്റ് അപ്പ് ഓർ ഡൗൺ. ഒന്നില്ലെങ്കിൽ രണ്ട് അപ്പ് എന്നുള്ള പൊസിഷൻ കാണിക്കും, ഇല്ലെങ്കിൽ രണ്ടും താഴോട്ട് കാണിക്കും. ട്രാൻസിലാണെങ്കിൽ one will point up and the other will point down, and the flipping does not change the orientation of the substituents. One that was pointing up still points up, and the one that was pointing down still points down. Yes, 1,2, 1,3 and 1,4 disubstituted cyclohexane cis trans isomerism form ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിസ് എങ്ങനെയാണ്, ട്രാൻസ് എങ്ങനെയാണ്, that we all know. So, example for cis and trans isomers are shown in the figure. Then, and you can see a table with substitution, position and isomer. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചെയർ ഫോമിൽ നമ്മളെല്ലാം സൈക്ലോഹെക്സേൻ ചെയർ ഫോമിലാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഏതൊക്കെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് വന്നാൽ സിസ് ആണ്, ഏതാണ് ട്രാൻസ്, നിങ്ങൾക്ക് ഈസിലി മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ടേബിൾ തന്നാണ്. ഈ ടേബിൾ ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടോപ്പിക് പഠിക്കാൻ പറ്റും. സോ ഫസ്റ്റ് 1,2 and 1,4 disubstituted. What is meant by what is E and A? That is equatorial and axial റെപ്രസെൻറ്റ് ചെയ്യാനാണ് E and A. സോ 1,2 and 1,4 കേസ് സെയിം ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഡൈസബ്സ്റ്റിറ്റ്യൂട്ട് കോമ്പൗണ്ട്സ് ആണല്ലോ. രണ്ട് സബ്സ്റ്റിറ്റ്യൂൻറ്റും ഇക്വറ്റോറിയലാണെങ്കിൽ ദറ്റ് ഈസ് ബോത്ത് ഓഫ് ദം ആർ ഇൻ ഈ പൊസിഷൻ, അതാണ് E എന്ന് കാണിച്ചിരിക്കുന്നത്. രണ്ടും ഇക്വറ്റോറിയലാണ് അല്ലെങ്കിൽ രണ്ടും ആക്സിയലിലാണെങ്കിൽ ഐസോമർ വിൽ ബി ട്രാൻസ്. ഒന്ന് ഇക്വറ്റോറിയലും ഒന്ന് ആക്സിയലിലുമാണ്.
അല്ലെങ്കിൽ ഫസ്റ്റ് വൺ ആക്സിയൽ ആൻഡ് ദ അതർ വൺ ഇക്വറ്റോറിയൽ ആണെങ്കിൽ ദ കോമ്പൗണ്ട് വിൽ ബി സിസ്. അതായത് 1, 2 ആൻഡ് 1, 4 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡിന് സെയിം ആണ് ഉള്ളത്. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടും ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ രണ്ടും ആക്സിയലിലാണെങ്കിൽ അത് ട്രാൻസ് ഐസോമർ ആയിരിക്കും. ഒന്ന് ഇക്വറ്റോറിയലിലും ഒന്ന് ആക്സിയലിലാണെങ്കിൽ അത് സിസ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ദെൻ 1, 3 നേരെ ഇതിൻ്റെ റിവേഴ്സാണ്. ദാറ്റ് ഈസ് 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഇൻ ഇക്വറ്റോറിയൽ ഓർ ഇൻ ആക്സിയൽ, അത് സിസ് ആയിരിക്കും. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഇക്വറ്റോറിയലും ഒന്ന് ആക്സിയലിലും, അല്ലെങ്കിൽ ഒന്ന് ആക്സിയലും ഒന്ന് ഇക്വറ്റോറിയലാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രാൻസ്. സ്റ്റഡി ദ ടേബിൾ ക്ലിയർലി, ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ക്ലിയർലി, റൈറ്റ്? സോ നമ്മൾ ഫസ്റ്റ് വണ്ണിലേക്ക് കടക്കാൻ പോവുകയാണ്. 1, 2 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ 1, 2 നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? സിസ്സും ഉണ്ടാവും, ട്രാൻസും ഉണ്ടാവും. സോ രണ്ടും ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ രണ്ടും ആക്സിയൽ വന്നാൽ ട്രാൻസ് ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ രണ്ടെണ്ണം കാണിച്ചത്. ഡൈ ഇക്വറ്റോറിയൽ. Di equatorial means 2 substituents are on equatorial position and it will be trans. Then diaxial means both of them are in axial position and it is also trans. In the next figure you can see the substituents, one in equatorial and the other in axial. It is cis, and then in first one is in axial position and next is in equatorial. So first we will discuss trans 1,2 dimethyl cyclohexane. If the compound is trans, 1, 2 substituted is trans, then both of the substituents are in axial or in equatorial. Okay. By the name, on the name hearing itself, you should understand what the substituents are. So study the table clearly. So trans ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Trans isomer has no plane of symmetry. Di-equatorial conformer is more stable than diaxial. In the above figure, equilibrium shift more towards a di-equatorial substituted cyclohexane. Ring flip will convert both the methyl groups into less stable diaxial conformation. The di-equatorial and diaxial forms represents diastereomers and both of them are chiral. Diaxial and di-equatorial forms are resolvable according to the principles, but in practice diaxial forms cannot be isolated. It flip always to more stable di-equatorial form and no racemization happens here. Look the figure of diaxial and di-equatorial. In this transforms ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാൻ കുറച്ച് കണ്ടീഷൻസ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് യു ആർ സ്റ്റഡീഡ് ഫ്രം ദ സെക്കൻഡ് ഇയർ, ഡിഗ്രി സെക്കൻഡ് ഇയർ. In the fourth sem you have studied about stereochemistry, right? From there itself you have studied for a molecule to be chiral there should not be any plane of symmetry and there should be a chiral center, but in the absence of chiral center we can see many compounds showing chirality. So in this trans compound, trans isomer, plane of symmetry illa. Then we have studied the substituents in equatorial position is more stable than diaxial. So di-equatorial conformer is more stable than diaxial. And the given figure equilibrium കൂടുതൽ ഷിഫ്റ്റ് ആവുന്നത് ഡൈഇക്വറ്റോറിയലിലേക്കാണ്. ദെൻ റിംഗ് ഫ്ലിപ്പ് നടക്കുമ്പോൾ മാത്രമാണ് ഈ മീഥൈൽ ഗ്രൂപ്പ്സ് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഡയാക്സിയലിലേക്ക് പോകുന്നത്. ഈ ഡൈഇക്വറ്റോറിയൽ ആൻഡ് ഡയാക്സിയൽ ഫോംസ് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയസ്റ്റീരിയോമേഴ്സ് ആണ്, രണ്ടും കൈറാലാണ്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ നമുക്ക് ഡയാക്സിയലിനെയും ഡൈഇക്വറ്റോറിയൽ ഫോമിനെയും റിസോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ പ്രാക്ടീസ് നമുക്ക് ഡയാക്സിയലിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഫ്ലിപ്പ് ഓൾവേസ്, അതെപ്പോഴും ഡൈഇക്വറ്റോറിയൽ ഫോമിലേക്ക് തന്നെ ഫ്ലിപ്പ് ചെയ്ത് നിൽക്കും. സോ ട്രാൻസിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല, ഡൈഇക്വറ്റോറിയലാണ് സ്റ്റേബിൾ. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നതും ഡൈഇക്വറ്റോറിയലിലേക്കാണ്. റിംഗ് ഫ്ലിപ്പ് നടക്കുമ്പോൾ മാത്രമേ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഡയാക്സിയൽ ഫോമിലോട്ട് പോവുള്ളൂ. ദിസ് ഡൈഇക്വറ്റോറിയൽ ആൻഡ് ഡയാക്സിയൽ ആർ diastereomers and are chiral and no racemization happens here. Next we will see cis 1,2 dimethyl cyclohexane. In cis, one of them will be in axial and the other in equatorial. Cis isomer has also no plane of symmetry, but here both mirror images and are chiral and enantiomers. Ring flip in cis form convert one enantiomer into another. Equilibrium between the two conformers produce a racemic mixture. The enantiomers have identical strain energy. Cis 1 methyl group is at axial and the other at equatorial. There is only change in conformation and no change in configuration. Cis formula എന്താ പറയുന്നത്? ഇവിടെയും പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല, ബട്ട് ഹിയർ രണ്ടും മിറർ ഇമേജസ് ആണ്. അതുകൊണ്ട് കൈറാലും ആണ്, എനാൻഷ്യോമേഴ്സ് ആണ്. റിംഗ് ഫ്ലിപ്പ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സിസ് ഫോമിൽ എന്താ സംഭവിക്കുക? ഒരു എനാൻഷ്യോമർ വേറെ എനാൻഷ്യോമറെ കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു അനദർ. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഇക്വിലിബ്രിയം ഒരു റെസീമിക് മിക്സ്ചർ ആയിരിക്കും നമുക്ക് ഫോം ചെയ്യാം.
ഓക്കെ, ഇവിടെ എനാൻഷ്യോമേഴ്സിന് ഐഡൻറ്റിക്കൽ സ്ട്രെയിൻ എനർജിയാണ്. കാരണം ഒരു കോമ്പൗണ്ട് നോക്കുമ്പോൾ ഒന്ന് ആക്സിയലും ഒന്ന് ഇക്വറ്റോറിയലും, അടുത്തതിൻ്റെ ഐസോമർ നോക്കുമ്പോൾ എന്താണ്, ഒന്ന് ഇക്വറ്റോറിയലും ഒന്ന് ആക്സിയലും. സോ ഐഡൻറ്റിക്കൽ സ്ട്രെയിൻ എനർജി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. കൺഫർമേഷനിൽ ചേഞ്ച് ഉണ്ടാവില്ല, കോൺഫിഗറേഷനിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. സോ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ട്രാൻസിലും സിസിലുള്ളത്. രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്താ പറയാം, ട്രാൻസ് ഡൈക്കറ്റോറിയൽ 1,2-dimethyl cyclohexane is more stable than its isomer. Next one is 1,3-disubstituted cyclohexane. The molecule will be cis if both the substituents are at axial or equatorial. It will be trans if one substituent is at axial and the other at equatorial. The molecule has 2 chiral centers, so it has 4 stereo isomers. 1,3-disubstitutedൻ്റെ കേസ് നമ്മൾ ആ ടേബിളിൽ പഠിച്ചു. ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂവൻറ്റും ആക്സിയൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ആണെങ്കിൽ സിസ് ആയിരിക്കും. ഒന്ന് ആക്സിയൽ ഒന്ന് ഇക്വറ്റോറിയൽ അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിലാണ് ഇവിടെ ട്രാൻസ് ആവുക. ഇവിടെ 2 കൈറൽ സെൻറ്റർ ഉണ്ട്. ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഇസ് ഈക്വൽ ടു 2n എന്നുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. അതായത് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n, where n is the number of chiral center. 2 chiral center ഉണ്ടെന്ന് പറയുമ്പോൾ 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ഇവിടെ ഉണ്ടാവും. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് cis 1,3-dimethyl cyclohexane. The figures are given below. In this compound it has a plane of symmetry and it is a meso compound. Here diequatorial conformer is considered mostly due to its stability, and cis form is achiral and it sometimes prefer diaxial conformation. ഈ സിസ് കോമ്പൗണ്ട് എന്താണ്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അത് അക്കൈറാലാണ്. ഇതൊരു മീസോ കോമ്പൗണ്ടാണ്. ദെൻ ഡൈക്കറ്റോറിയൽ കൺഫോമറാണ് പിന്നെയും നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അത് അതിൻ്റെ സ്റ്റെബിലിറ്റി കാരണമാണ്. ദെൻ യു ഹാവ് ഓൾറെഡി നോ ദാറ്റ് സിസ് ഫോം ഡ്യൂ ടു ഇറ്റ്സ് പ്ലെയിൻ ഓഫ് സിമെട്രി അക്കൈറാലാണ്. ചില സമയത്ത് ഡയാക്സൽ കൺഫർമേഷന് പ്രിഫർ ചെയ്യും. നൗ ട്രാൻസ് 1,3-dimethyl cyclohexane. Like cis, it does not have a plane of symmetry, so it is chiral and enantiomer, exists as enantiomer. One group is at axial and the other at equatorial. Ring flip does not racemizes the compound but regenerate the same enantiomer. That is, ring inversion takes place. So cisനെ പോലെ ട്രാൻസിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. സോ കൈറാലും ആണ് എനാൻഷ്യോമറായിട്ട് എക്സിസ്റ്റും ചെയ്യും. ഒരു ഗ്രൂപ്പ് ആക്സിയലിലും ഒരു ഗ്രൂപ്പ് ഇക്വറ്റോറിയലിലാണ്. റിംഗ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, റെസിമൈസേഷൻ നടക്കില്ല. സെയിം എനാൻഷ്യോമറിനെ തന്നെ നമുക്ക് റീജനറേറ്റ് ചെയ്യും. റിംഗ് ഇൻവേർഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇപ്പോൾ സിസ് ആൻഡ് ട്രാൻസ് 1,3-dimethyl cyclohexane കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ടോട്ടലി 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട്. ഓൺലി 3 exist because one form is achiral. Okay, if 2 substituents are different, then the cis and trans isomer can be resolved. In the case of cis, preferred one is diequatorial conformation, while in trans, the bulkier substituent prominently occur in equatorial position. സിസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡൈക്കറ്റോറിയൽ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ട്രാൻസിലാണെങ്കിൽ ബൾക്കിയർ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും ഇരിക്കുക. 4 സ്റ്റീരിയോ ഐസോമേഴ്സാണ് നമ്മൾ കണക്കിൽ വിടുന്നത്. ബട്ട് ഓൺലി 3 exist because സിസ് ഫോം അക്കൈറാലാണ്. Then last one is 1,4-disubstituted cyclohexanes. And it will be cis if one is at axial and the other is at equatorial, and it will be trans if both of the substituents are at axial or equatorial. Due to the presence of plane of symmetry, all forms of 1,4-dimethyl cyclohexane are achiral. ഒന്ന് ആക്സിയലും ഒന്ന് ഇക്വറ്റോറിയൽ ആണെങ്കിൽ സിസ് കോമ്പൗണ്ട് ആയിരിക്കും. രണ്ടും ആക്സിയൽ അല്ലെങ്കിൽ രണ്ടും ഇക്വറ്റോറിയൽ ആണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ട്രാൻസ് ആയിരിക്കും. എല്ലാ കോമ്പൗണ്ടിലും പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളതുകൊണ്ട് ഓൾ ഫോംസ് ഓഫ് 1,4-dimethyl cyclohexane അക്കൈറാലാണ്. സോ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് 1,2, 1,3 ആൻഡ് 1,4 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇതിനെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സിസ് ആൻഡ് ട്രാൻസ് ഓഫ് 1,4-dimethyl cyclohexane is achiral. Cis form of 1,3-dimethyl cyclohexane is achiral, whereas trans form is chiral. Cis and trans form of 1,2-dimethyl cyclohexane are chiral. Hope you all understand the topic well. Thank you.